എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നിനക്കുള്ളത്. എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നിനക്കുള്ളത്. എൻ വിചാരങ്ങൾ എൻ വാക്കുകൾ നിന്നാമമഹത്വത്തിനായി പ്രിയനേ, നിന്നാമമഹത്വത്തിനായി എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നിനക്കുള്ളത്. മനുഷ്യപുത്രന്മാരിൽ നീ അതിസുന്ദരൻ, ലാവണ്യവചസാൽ നീ സമൃദ്ധനല്ലോ. മനുഷ്യപുത്രന്മാരിൽ നീ അതിസുന്ദരൻ, ലാവണ്യവചസാൽ നീ സമൃദ്ധനല്ലോ. ലവംഗചന്ദനമൂറും കൊണ്ട് സുഗന്ധപൂരിതമാ വിളങ്ങി നിൽക്കും നിൻ വസ്ത്രങ്ങൾ കതിരവനൊളി പോലെ. ലവംഗചന്ദനമൂറും കൊണ്ട് സുഗന്ധപൂരിതമാ വിളങ്ങി നിൽക്കും നിൻ വസ്ത്രങ്ങൾ കതിരവനൊളി പോലെ. എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നിനക്കുള്ളത്. എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നിനക്കുള്ളത്. അല്ലയോ കുമാരി, നീ നോക്കൂ, ചെവി ചായ്ക്കൂ, മറക്കുക നിൻ ഭവനത്തെയും സ്വന്ത ജനത്തെയും. അല്ലയോ കുമാരി, നീ നോക്കൂ, ചെവി ചായ്ക്കൂ, മറക്കുക നിൻ ഭവനത്തെയും സ്വന്ത ജനത്തെയും. ലയിച്ചിടും നിൻ സൗന്ദര്യത്തിൽ അപ്പോൾ മണവാളൻ വേളി കഴിക്കും മണവാട്ടിയായി നിത്യം വാണിടുവാ. ലയിച്ചിടും നിൻ സൗന്ദര്യത്തിൽ അപ്പോൾ മണവാളൻ വേളി കഴിക്കും മണവാട്ടിയായി നിത്യം വാണിടുവാ. എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നിനക്കുള്ളത്. എൻ വിചാരങ്ങൾ എൻ വാക്കുകൾ നിന്നാമമഹത്വത്തിനായി പ്രിയനേ, നിന്നാമമഹത്വത്തിനായി എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നിനക്കുള്ളത്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചാനൽ 1 യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല
സുദിനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് പാസ്റ്റർ ദൈവവുമായിട്ട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തനത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാനും ഒക്കെയും ജീവിതത്തിൽ ലഭിച്ചത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഈ രാത്രിയിൽ എന്നെ ഈ സന്ദേശത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വന്ദനം ചൊല്ലുന്നു. സവിശേഷമായ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം ഞാൻ ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ഓരോ പുസ്തകങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതിയായി യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ലേവിയ പുസ്തകത്തിൽ പരമയാഗമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ പുസ്തകങ്ങളും നാം വിശദീകരിച്ച് പഠിക്കുമ്പോൾ 66 പുസ്തകങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം, ക്രിസ്തു ദർശനം നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. നാം വായിച്ച തിരുവചനത്തിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായി മത്തായി നോക്കി കാണുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ ദാസനായിട്ട് മർക്കോസ് വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം ഇന്ന് വായിച്ച തിരുവചനത്തിൽ ലൂക്കോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, മനുഷ്യപുത്രനായിട്ട് കടന്നു വന്നത് എന്തിനാണ് എന്നൊക്കെയും വളരെ വിശുദ്ധകരമായിട്ട്, വളരെ ദീർഘമായിട്ട് തന്നെ ലൂക്കോസ് ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. സ്തോത്രം. അങ്ങനെ ഓരോ പുസ്തകങ്ങളും ക്രിസ്തു ദർശനത്തെ കാണുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് അവതരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് 1-ാം അധ്യായം മുതൽ നാം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ പല ചിന്തകളും പല പ്രബോധനങ്ങളും പ്രസംഗങ്ങളുമൊക്കെയും മനുഷ്യജീവിതത്തെ എത്രമാത്രം ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനാണ് സാധിക്കും. യേശു തൻ്റെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളും തൻ്റെ ഗിരിപ്രഭാഷണമൊക്കെയും വളരെ ലളിതമായിട്ടാണ് താൻ വിശദീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. അത് പലപ്പോഴും കർത്താവ് ഉപമകളായിട്ടാണ് വിശദീകരിക്കുന്നത്. ഉപമ എന്ന അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒന്നിനോട് ഒന്ന് സാദൃശ്യം ചൊല്ലുന്നതാണ് ഉപമ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും യേശു ക്രിസ്തു മനുഷ്യന് മനസ്സിലാകാവുന്ന രീതിയിലാണ് വളരെ ലളിതമായിട്ട്, വലിയ ദൈവശാസ്ത്രത്തിൻ്റെ ചിന്തയിലോ മറ്റെന്തെങ്കിലും വലിയ കാര്യങ്ങൾ കൂടെ അല്ല യേശു തൻ്റെ ദൗത്യം, എന്തിനാണ് താൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്ക് വരവും ഈ ലോകത്തിൽ താൻ പ്രബോധിപ്പിക്കുന്ന പ്രബോധനങ്ങളും തൻ്റെ ചിന്തകളുമൊക്കെയും എങ്ങനെയായിരിക്കണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കേണ്ടത്, അവൻ്റെ ഹൃദയത്തിൽ എങ്ങനെയായിരിക്കണം ചലിപ്പിക്കേണ്ടത്, ഇതവന് മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഉപമകളിൽ കൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. നാം വായിച്ച തിരുവചനം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. അതിൽ മനോഹരമായ 2-3 ഉപമകൾ യേശു പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മനുഷ്യന് മനസ്സിലാക്കാവുന്ന നിലയിൽ തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ആ ഉപമയിലെ
മൂന്നാമത്തെ ഉപമ ആണ് നാം ഇവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഉപമയുടെ ഒരു ഭാഗമാണ് നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് വായിച്ചത്. അതിൻ്റെ അവസാന ഭാഗമാണ് നാം വായിച്ചത്. ആ ഉപമ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ഉപമയാണ്. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. ഈ 2 മക്കളിൽ തനിക്ക് ലഭിക്കേണ്ട ആ സ്വത്തിനെ ഇളയ മകൻ മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയാകുന്ന ഒരു മകനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, യൗവനകാലത്തിൽ മനുഷ്യനുണ്ടാകുന്ന ചിന്തകൾ അവനെ എത്രമാത്രം നാശത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്ന് ഈ ഉപമയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. സ്തോത്രം. നോക്ക്, അവന് ലഭിക്കേണ്ടതായിട്ടുള്ള സകല നന്മകളും പിതാവിൻ്റെ അടുക്കൽ നിന്നും അവൻ മേടിച്ചിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്രയായി അവൻ മറ്റൊരു ദേശത്ത് ഒരു വലിയ സാമ്പത്തികമായ ഒരു ഉടമസ്ഥൻ എന്ന നിലയിൽ അവിടെ രാജകീയമായ പ്രൗഢിയോടുകൂടെ ജീവിതത്തെ നയിച്ചു വരികയാണ്. മ്ലേച്ഛകരമായ ജീവിതത്തിലൂടെ അവൻ കടന്നുപോയി, ദുർമാർഗങ്ങളിലൂടെ അവൻ കടന്നുപോയി. അവൻ്റെ ആദ്യകാലങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെയും ദൂർത്തടിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി എന്ന് നമുക്ക് ന്യായമായ രീതിയിൽ ചിന്തിക്കാം. കാരണം ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അനേക കൂട്ടുകാർ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സാമൂഹികമായി നാം ഉന്നത നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി അനേക ആളുകൾ ഉണ്ടാകും. സ്തോത്രം. എന്നാൽ ഈ മനുഷ്യൻ സാമ്പത്തികമായ ആദ്യകാലങ്ങളിൽ തൻ്റെ അപ്പനിൽ നിന്ന് മേടിച്ച ആ ഓഹരികളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് വളരെ രാജകീയമായ പ്രൗഢിയോടുകൂടെ മറ്റൊരു ദേശത്ത് ജീവിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ ആ പ്രൗഢിയോടുകൂടെയുള്ള ജീവിതമെല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ സാമ്പത്തികമായ എല്ലാ സ്രോതസ്സുകളും നിന്നുപോയി. അവനിലുണ്ടായിരുന്ന സകല നന്മകളും നിന്നുപോയി. അവൻ്റെ കൂട്ടുകാരും അവൻ്റെ നാട്ടുകാരും അവൻ്റെ പ്രിയപ്പെട്ടവരും അവനെ സ്നേഹിച്ച് അവൻ്റെ കൂട്ടത്തിൽ നിന്ന പല ആളുകളും അവനെ വിട്ടേച്ച് കടന്നുപോയപ്പോൾ ഏകാന്തമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവൻ അവസാനം ഭക്ഷണം പോലുമില്ലാതെ, ഭക്ഷണം പോലും മറ്റുള്ളവരുടെ അടുക്കിലേക്ക് കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് അവൻ വന്നപ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഒരു ചിന്ത അവൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേക വേലക്കാരുണ്ട്. അവർ തിന്ന് തൃപ്തരായിട്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ചിന്ത അവനിൽ ഉളവായിട്ട് അവൻ അവിടെ നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുവാൻ കാരണം ഉന്നതമായ ഒരു തീരുമാനമെടുത്ത് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടുവാനായിട്ടാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നത്. ഉന്നതമായ തീരുമാനം. നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത്. കാരണം ഉന്നതമായ തീരുമാനമെടുത്ത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നാം ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ അവൻ്റെ ജീവിതം അനുഗ്രഹമായി തീരും എന്ന് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. അവൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ആരുമില്ലാതിരുന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ കൂട്ടുകാരോ അവൻ്റെ ജീവിതത്തിൽ ബന്ധുമിത്രാദികളോ അവൻ്റെ കൂട്ടത്തിൽ സാമ്പത്തികമായി തൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ടായിട്ടും അവസാനം എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതായി എന്ന് വന്നപ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്ന നിമിഷം അവൻ തൻ്റെ പിതാവിൻ്റെ ആ ഭവനത്തെക്കുറിച്ച് അവൻ ഓർക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആ പിതാവിനെ കുറിച്ച് അവൻ ഓർത്തപ്പോൾ അവനൊരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. യേശു കർത്താവ് എന്തിനാണ് ഈ ഉപമ ഈ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഇവരോട് പറഞ്ഞു കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ച് പിതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച്, എന്നാൽ ഇതിനെയൊക്കെ കളഞ്ഞിട്ട്, പിതാവിൻ്റെ അനുഗ്രഹത്തെയെല്ലാം നഷ്ടമാക്കി കളഞ്ഞിട്ട് ജീവിതത്തിൻ്റെതായ പല മേഖലകളിലേക്ക് കടന്നുപോയി. എല്ലാം നഷ്ടപ്പെട്ട് ഒരുവനായി തിരിച്ചു വന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ടാണ് ഇത് സന്ദേശമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവനായി, കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന അവസരത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. കർത്താവേ, ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നു. അങ്ങയുടെ മകനാക്കി എന്നെ സ്വീകരിക്കണമേ എന്ന് ഒറ്റയ്ക്കിരുന്ന ഹൃദയത്തിലൊരു പ്രാർത്ഥന ചൊല്ലിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള
നിത്യസ്നേഹം എനിക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. മുടിയനായ പുത്രൻ എന്ന് മറ്റ് പല ആളുകളും ഈ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്നില്ല, ഈ പിതാവ് അങ്ങനെ പറയുന്നില്ല. അവൻ മുടിയനായ പുത്രനല്ലായിരുന്നു, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ നാശത്തിലേക്ക് അവനെ കൊണ്ടുപോയത് അവനിൽ കയറിക്കൂടിയ പൈശാചികമായ മേഖലയായിരുന്നു. ഈ പൈശാചികമായ മേഖലയിൽ കൂടി അവൻ്റെ ഹൃദയത്തിൽ കയറിയപ്പോൾ അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി, തൻ്റെ പിതാവിൽ നിന്നും അകന്നുപോയി. സ്തോത്രം. എന്തുകൊണ്ടാണ് ക്രിസ്തു ഈ ഉപമ പറയുന്നത്? ഈ ഉപമ പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ എവിടെ നിന്നാണ് ദൈവത്തിൽ നിന്നും അകന്നുപോയത്? ഇവിടെ നാം വായിച്ച തിരുവചനം ശ്രദ്ധിക്കണം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. എങ്ങനെയാണ് മരണം സംഭവിച്ചത്? അവൻ മരിച്ചില്ല, ആത്മീകമായി അവൻ്റെ ജീവിതത്തിൽ മരണം സംഭവിച്ചു. സ്തോത്രം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, അവൻ മുടിയനായ പുത്രനല്ല, അവൻ നല്ലവനായിട്ടാണ് ജനിച്ചു വീണത്. എന്നാൽ അവനെ നാശത്തിലേക്ക് തൊണ്ട് തള്ളിയിട്ടത് ഒരു പൈശാചിക മണ്ഡലമായിരുന്നു, പിശാചായിരുന്നു അവനെ നാശത്തിലേക്ക് തള്ളിക്കൊണ്ടുവന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എങ്ങനെയാണ് ഇവന്റെ ജീവിതത്തിലേക്ക് ഈ മരണം കടന്നു വന്നത്? മനുഷ്യരാശിക്ക് വേണ്ടുന്ന സകല നന്മകളും സകല അനുഗ്രഹങ്ങളും ദൈവം നൽകി. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ദൈവം മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടുന്ന സകല അനുഗ്രഹങ്ങളും നൽകി. അവന് ഇവിടെ ജീവിക്കേണ്ടുന്ന എല്ലാ നന്മകളെയും നൽകിയതിനു ശേഷമാണ് യേശു സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട സകല നന്മകളെയും, മനുഷ്യന് ഈ ജീവിക്കാൻ വേണ്ട പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട സകല വിഭവങ്ങളും സകലത്തെയും നൽകിയതിനു ശേഷം യേശു സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്തോത്രം. എന്നാൽ സകല അനുഗ്രഹങ്ങളുമായി ഏദൻ പൂങ്കാവനത്തിൽ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ അവിടെ സന്തോഷവാനായിട്ട് ദൈവത്തിൻ്റെ തേജസ്സാൽ ദൈവത്തോട് ഒരുമിച്ചുള്ള ജീവിതം ചെയ്തു വന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പാപമെന്ന പ്രക്രിയ കടന്നു വന്നപ്പോൾ, പാപം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്നകന്ന് അവൻ മരിച്ചവനായിത്തീർന്നു. അവനെ പാപത്തിൽ അവനായിത്തീർന്നപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി, ദൈവവുമായിട്ടുണ്ടായിരുന്ന കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവന്റെ ജീവിതത്തിൽ ആത്മീകമായ മരണം സംഭവിച്ചു. സ്തോത്രം. ആത്മീകമായ മരണം സംഭവിച്ച മനുഷ്യനെ തിരികെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. സ്തോത്രം. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട മനുഷ്യൻ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട മനുഷ്യൻ, അവനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, അവന് ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടതിന് സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, മനുഷ്യപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 19-ാം അധ്യായം 10-ാമത് വാക്യം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ കീവേഡായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനുള്ളൂ അല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ, ദൈവവുമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ട്, ദൈവവുമായിട്ട് കൂട്ടായ്മ വിച്ഛേദിക്കപ്പെട്ട്, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്ന മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ, ദൈവത്തിൽ നിന്നും കാണാതെ പോയ മനുഷ്യനെ തിരഞ്ഞു രക്ഷിപ്പാൻ ഒരു നല്ല ഇടയനായ ക്രിസ്തു വെളിപ്പെട്ടു വന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെ ലൂക്കോസ് വ്യക്തമായിട്ട് പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനുള്ളൂ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. മനുഷ്യപുത്രനായ ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ് കാണാതെ പോയ എന്നെയും നിങ്ങളെയും തിരഞ്ഞു രക്ഷിപ്പാനാണ്. സ്തോത്രം. അകൽ ഈ രാത്രികാലം ദൈവത്തിൽ നിന്ന്
അകന്നുപോയ ഒരു ജീവിതമാണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ദൈവമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ നഷ്ടപ്പെട്ടുവെങ്കിൽ, ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനായ ഈ സഹോദരനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അവൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. അപ്പോൾ ഇവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് പാപമാണ്. ഈ പാപത്തിൽ നിന്നൊരു മോചനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. പാപത്തിന് മോചനം കൊടുക്കുവാൻ ആർക്ക് കഴിയും? പാപത്തിന് മോചനം കൊടുക്കണമെങ്കിൽ പാപമില്ലാത്തവൻ ഭൂമിയിൽ അവതരിക്കണം. പാപത്തിന് മോചനം കൊടുക്കണമെങ്കിൽ പാപം ലവലേശം തോണ്ടു തീട്ടാത്തവനായി ഒരു മനുഷ്യൻ ഭൂമിയിൽ അവതരിക്കണം. അതാരാണ്? ആരാണ് പാപമില്ലാത്തവൻ? ലോകത്തിൽ വിവിധ ആളുകൾ ജനിച്ചിട്ടുണ്ട്. വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. വിവിധ രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ, അനേക പ്രിയപ്പെട്ടവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ നവോത്ഥാന നായകന്മാർ ഇവിടെ ജനിച്ചിട്ടുണ്ട്. എന്നാൽ പാപമില്ലാത്തവനായ ആരാണ് ഇവിടെ ജനിച്ചത്? ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്തവനായി ഒരുവൻ ഭൂമിയിലേക്ക് അവതരിച്ചു. അതാണ് ഇന്ന് ഞങ്ങൾ ഉയർത്തുന്ന നസ്രേനായ യേശു ക്രിസ്തു. നിങ്ങൾ ഏത് പാപത്തിൽ ജീവിച്ചവനാണെങ്കിലും, നിങ്ങൾ ഏത് ജീവിത രീതിയിലാണ് നിങ്ങളെങ്കിലും, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടമാക്കിയ നിങ്ങളെ ദൈവികമായ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി വന്നു. പാപമില്ലാത്തവനായി വന്നു പാപികളെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ അവസാനത്തെ തുള്ളി രക്തവും യേശു ക്രിസ്തു കാൽവറിയിൽ ഒഴുക്കി തന്നു. കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ ക്രൂശിന്മേൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. സ്നേഹിത, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നത് ഈ രക്തമാണ്. ആ ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ ക്രിസ്തുവിലേക്ക് അടുക്കിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പാപത്തിന് മോചനം ലഭിക്കും. നിങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട. നിങ്ങൾ മറ്റ് ഒരു സാമ്പത്തികമായ പണമിടപാടുകളിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ മറ്റൊരു യാതൊരു വിധമായ പ്രവർത്തനങ്ങൾ ചെയ്യണ്ട. ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്യണം. യേശുവേ, അങ്ങൻ്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും. നിങ്ങളുടെ പാപത്തെ മാറ്റി നിങ്ങളെ പുതു മനുഷ്യനാക്കി തീർക്കും. നോക്ക്, ഈ പിതാവ് ഇവിടെ പറയുന്നു, ഒരു സന്തോഷത്തിൻ്റെ വർത്തമാനമാ. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, അവനെ കണ്ടെത്തിയിരിക്കുന്നു. സ്നേഹിത, മരിച്ച അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉയർപ്പിലേക്ക് കടന്നു വരണം. പാപസംബന്ധമായി നിങ്ങൾ മരിച്ചു. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് നിങ്ങളോടൊരു പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒരൊറ്റ കാര്യം, യേശു എൻ്റെ രക്ഷകനാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശു എൻ്റെ രക്ഷകനും കർത്താവുമാണ് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ യേശു കർത്താവിനെ രക്ഷക്കായി വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിതത്തിൽ നൈരാശ്യമുണ്ട്. നിങ്ങൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കി ഒരു നേരത്തെ സന്തോഷത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന വ്യക്തിയാണോ? എങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ എന്നേക്കുമുള്ള നിത്യജീവൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരും. എന്നേക്കുമുള്ള ക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് ഈ രാത്രികാലം ഈ സന്ദേശം നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ
സമാധാനവും നിങ്ങൾക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ശാരോനിൽ പൂത്ത പുഷ്പമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ. ശാരോനിൽ പൂത്ത പുഷ്പമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ. എന്നു വരും നീ, എപ്പോൾ വരും നീ, എൻ പ്രാണപ്രിയനേ യേശുനാഥാ. എന്നു വരും നീ, എപ്പോൾ വരും നീ, എൻ പ്രാണപ്രിയനേ യേശുനാഥാ. ശാരോനിൽ പൂത്ത പുഷ്പമേ, കാത്തു കാത്തു ഞാനിരുന്നു, മടുത്തുപോയി പ്രിയനെ. കാത്തു കാത്തിരുന്നു ഞാൻ, മടുത്തുപോയി പ്രിയനെ. ഒരുപാടു നൊമ്പരങ്ങൾ സഹിക്കുന്നു ഞാനിന്ന്, എങ്കിലും പ്രിയനിൽ ഞാൻ ചാരിടുന്നു. ഒരുപാടു സഹിക്കുന്നു ഞാനിന്ന്, എങ്കിലും പ്രിയനിൽ ഞാൻ ചാരിടുന്നു. വരമെന്നു പറഞ്ഞവൻ താമസിക്കില്ല, വാക്കു പറഞ്ഞവൻ യേശുവല്ലോ. വരമെന്നു പറഞ്ഞവൻ താമസിക്കില്ല, വാക്കു പറഞ്ഞവൻ യേശുവല്ലോ. ശാരോനിൽ പൂത്ത പുഷ്പമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ. കുഞ്ഞാടിൻ കല്യാണ തിരുനാളിൽ ഞാനന്ന്, കുഞ്ഞാടിൻ കല്യാണ തിരുനാളിൽ ഞാനന്ന്, മണിയറയിൽ പൂകും പ്രിയനുമായി ഞാനന്ന്. എന്തൊരു ഭാഗ്യമേ ആസുദിനം, മണിയറയിൽ പൂകും പ്രിയനുമായി ഞാനന്ന്. എന്തൊരു ഭാഗ്യമേ ആസുദിനം. ആ നല്ല നാളുകൾ ഓർത്തിടുമ്പോ ഈ
യുഗത്തിലെ വേദനകൾ സാരമില്ല. ആ നല്ല നാളുകൾ ഓർത്തിടുമ്പോ യുഗത്തിലെ വേദനകൾ സാരമില്ല. ശാരോനിൽ പൂത്ത പുഷ്പമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൽ പൂത്ത പുഷ്പമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, എന്നു വരും നീ, എപ്പോൾ വരും നീ, എൻ പ്രാണപ്രിയനേ യേശുനാഥ. എന്നു വരും നീ, എപ്പോൾ വരും നീ, എൻ പ്രാണപ്രിയനേ യേശുനാഥ. ശാരോനിൽ പൂത്ത പുഷ്പമേ,